ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടില്ലെന്ന് തന്നെ ഒരുപാട് റിക്വസ്റ്റ് വന്നൊരു വീഡിയോ ആണ്. നമ്മൾ കുറേ നാളായി വിപ്പിംഗ് ക്രീമിൻ്റെ റെസിപ്പിയൊക്കെ പോസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന ഈ ഒരു അടിപൊളി വിപ്പിംഗ് ക്രീം നമ്മൾ റവ വെച്ചിട്ടാണ്, വളരെ പെട്ടെന്ന് മിക്സിയിൽ മുട്ടയും റവയും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കുന്നത്. വളരെ സിമ്പിളാണ്. അതുമാത്രമല്ല നമ്മൾ വീട്ടിലുള്ള സാധാരണ ചേരുവകൾ മാത്രം മതി, വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈ ഒരു വിപ്പിംഗ് ക്രീമിന് ഉണ്ടാവുക. ഇത് നമ്മൾ കേക്കിനൊക്കെ നല്ല സൂപ്പറായിട്ട് തന്നെ ഫ്രോസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ നമ്മുടെ ഗീവ് അവേ ഇപ്പോൾ നടക്കുന്നുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസും കൂടെ വീഡിയോയിൽ പറയാം. അപ്പോൾ എന്തായാലും വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തപ്പോൾ ഒരു കുഞ്ഞ് ബെല്ലൈക്കൻ വരും, അതും പ്രസ് ചെയ്തിട്ട് ഓളെന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഈ ഒരു വിപ്പിംഗ് ക്രീമിന് വേണ്ടുന്ന മെയിനായിട്ട് നമ്മൾ റവ തന്നെയാണ്. അപ്പോൾ വറുത്ത റവയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ മെഷർമെൻറ്റിനായിട്ട് വീട്ടിലുള്ള ഏത് കപ്പോ ഗ്ലാസ്സോ നമുക്ക് എടുക്കാം. അതിൽ തന്നെ ബാക്കി മെഷർമെൻറ്റ് എടുക്കാം. അത് ഏകദേശം ഒരു 1/4 കപ്പോളം എടുത്തിട്ടുണ്ട്. അതിൻ്റെ നേർ പകുതിയോളം അളവിന് നമുക്ക് കോൺഫ്ലോർ എടുത്തു കൊടുക്കാം. അപ്പോൾ കോൺഫ്ലോർ ഇല്ലാന്നുണ്ടെങ്കിൽ മൈദ യൂസ് ചെയ്യാം, പക്ഷേ കോൺഫ്ലോർ ആണ് ഏറ്റവും നല്ലത്. ഇനി നമുക്ക് ഈ ഒരു കോൺഫ്ലോറും ഈ ഒരു റവയും കൂടെ നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കുക, ഒട്ടും തരിതരിപ്പില്ലാതെ പൊടിച്ചെടുക്കുക. ഇനി ഇതിലൂടെ നമുക്ക് ബാക്കിയുള്ള ചേരുവ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ തണുപ്പില്ലാത്ത ഒരു മുട്ടയുടെ മഞ്ഞ മാത്രം ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഏകദേശം 1/4 കപ്പോളം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ അടിച്ചെടുക്കുമ്പോൾ ഈ ഒരു റവയും ആ ഒരു കോൺഫ്ലോറും മുട്ടയും എല്ലാം നല്ലപോലെ ബ്ലെൻഡായി കിട്ടും. പിന്നെ നമുക്ക് കുറുക്കി എടുക്കുമ്പോൾ ആ ഒരു മുട്ടയുടെ മണമൊന്നും വരില്ല, നന്നായിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ. ഇനി നമുക്കതൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ കുറുക്കാനായിട്ട് ഞാനൊരു സോസ് പാനിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സമയമൊന്നും നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കരുത്. ലാസ്റ്റ് എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് 1 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിവിടെ ഒരു എക്സ്ട്രാ ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു പാൽപ്പൊടിയുടെ കട്ടയെല്ലാം മാറി ഒന്ന് മിക്സ് ആയതിനു ശേഷം മാത്രം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്താൽ മതി. അല്ല നമ്മൾ ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് ഫ്ലെയിം ഓൺ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് ഇത് അടുക്കി പിടിക്കും, പിന്നെ അവർ കറക്റ്റായിട്ട് വെന്ത് കിട്ടില്ല. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് കട്ടയെല്ലാം മാറി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്യുക. ഒന്ന് കുറുകി വന്ന് തുടങ്ങുമ്പോഴത്തേക്ക് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് കൈ എടുക്കാതെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കൈ എടുത്ത് നമ്മൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കട്ടയായി പോകും. പിന്നെ നമുക്ക് ആ ഒരു രീതിയിൽ കറക്റ്റായിട്ട് വിപ്പിംഗ് ക്രീം കിട്ടില്ല. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ഞാൻ ഗീവ് അവേയുടെ ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം ലൈക്കും കമൻറ്റും ചെയ്യുക. പിന്നെ 1 ഡേ ഗ്യാപ്പിൽ രാവിലെ 10 മണിക്കാണ് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. മറക്കാതെ നോട്ടിഫിക്കേഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് വന്ന് നോക്കിയിട്ട് ഫസ്റ്റ് കമൻറ്റ് ചെയ്യാൻ നോക്കുക. ആദ്യം വരുന്ന 100 കമൻസിനാണ് നമ്മൾ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ കൂട്ട് ഇവിടെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഏകദേശം ഒരു 1/4 കപ്പോളം പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതായത് ഈ ഒരു കട്ടയെല്ലാം ഒന്ന് ഈ ഒരു പാലിലൊന്ന് മിക്സായി കിട്ടണം. അപ്പോൾ പാൽ ആദ്യം തന്നെ ചേർത്ത് നിങ്ങൾ മിക്സ് ചെയ്തെടുക്കരുത്, കാരണം ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ക്രീമിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഏകദേശം ഒരു 1/2 കപ്പോളം പഞ്ചസാരയും കൂടെ നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. ആ പഞ്ചസാരയൊക്കെ ഒന്ന് മിക്സായിട്ട് വരുമ്പോഴത്തേക്ക് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യോ ബട്ടറോ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ലാസ്റ്റ് മാത്രം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കൈ എടുക്കാതെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാൽ ആദ്യം തന്നെ ചേർക്കരുത്, 2 സ്റ്റെപ്പായിട്ട് തന്നെ പാല് ചേർത്ത് കുറുക്കിയെടുക്കുക. അപ്പോൾ ഈ ഒരു ക്രീമിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇവിടെ ഏകദേശം ഈ ഒരു രീതിയിൽ കട്ടിയായിട്ടുണ്ട്. ഇനി ഒരുപാട് അങ്ങ് കട്ടിയാക്കണ്ട. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഏകദേശം ഒരു 10 മിനിറ്റോളം ഇത് തണുക്കാനായിട്ട് വരും. അപ്പോൾ ഇപ്പം നല്ലപോലെ തണുത്തിട്ടുണ്ട്. അപ്പോൾ തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ ഒന്ന് കട്ടിയാവും. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ചൂടോടെ അടിച്ചെടുക്കരുത്, ഒന്ന് തണുത്തതിന് ശേഷം മാത്രം ഇതുപോലെ മിക്സിയിലെ ജാറിലോട്ട് മാറ്റി കൊടുത്തിട്ട് നമുക്ക് ഒന്ന് കറക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി, കാരണം നമ്മൾ ഈ ഒരു ക്രീം കുറച്ചും കൂടെ സോഫ്റ്റ് ആവാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ നല്ലപോലെ സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കട്ടിയല്ല, ഇതിനേക്കാളും കട്ടി വേണം എന്നുണ്ടെങ്കിൽ ഒരു 20 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുകയാണെങ്കിൽ നല്ലപോലെ തിക്കായി നമുക്ക് കിട്ടും. അപ്പോൾ 2 സ്റ്റെപ്പായിട്ടാണ് ഞാൻ ഈ ക്രീം അടിച്ചെടുത്തത്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഫ്രിഡ്ജിലോട്ട് മാറ്റി വയ്ക്കാം. ഒരു 15-20 മിനിറ്റ് മാത്രം മതി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഫ്രോസ്റ്റ് ചെയ്യാം. അല്ല ഇതിനേക്കാൾ ഒരു അല്പ കട്ടി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് ഫ്രോസ്റ്റ് ചെയ്താലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും.
അപ്പോൾ ഇവിടെ ഞാൻ ഏകദേശം 20 മിനിറ്റോളം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ കട്ടിയിലായിരിക്കും കിട്ടുന്നത്. ഒന്ന് വിസ്ക് വെച്ചിട്ട് ഒന്ന് സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. നല്ല ക്രീമി ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഈ ഒരു വിപ്പിംഗ് ക്രീം എന്ന് പറഞ്ഞാൽ കാണുന്ന പോലെയല്ല, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരിക്കലും ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന വിപ്പിംഗ് ക്രീമുമായിട്ട് കമ്പയർ ചെയ്യരുത്. പക്ഷേ ഇത് നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു വിപ്പിംഗ് ക്രീമാണ്, അത് ഞാൻ ഉറപ്പ് തരാം. അപ്പോൾ ഈ ഒരു ക്രീം വെച്ചിട്ട് ഞാൻ റവ വെച്ചിട്ട് തന്നെ ഒരു കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഞാൻ അടുത്ത് തന്നെ ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും. Assalamualaikum. Assalamualaikum.